തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരാൾ വീണു. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ ഫയർഫോഴ്സ് എത്തി ആളെ രക്ഷിച്ചു. വെയർഹൌസിന് സമീപത്താണ് അപകടമുണ്ടായത്. സുനിഷ അയലൂർ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. സുനിഷ അയലൂർ, ആമയിഴഞ്ചാൻ തോടെന്ന് കേൾക്കുമ്പോൾ അന്ന് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആ മനുഷ്യന്റെ മാലിന്യത്തിനിടയിൽ നിന്ന് കണ്ടെടുത്ത മുഖമാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ സാഹസികമായി തന്നെ ഫയർഫോഴ്സിന് അതിൽ വീണയാളെ രക്ഷിക്കാൻ കഴിഞ്ഞു അല്ലേ? അതെ സുജയ, ഉടൻ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ അയാളെ പുറത്തെത്തിച്ചു എന്നുള്ളതാണ്. സുജയ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആമയിഴഞ്ചാൻ തൊട്ടിലേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ പോലും ഭീതി പടർത്തുന്നത് ജോയിയുടെ ആ മരണം തന്നെയാണ് എന്നുള്ളതാണ്. അല്പസമയം മുമ്പായിരുന്നു അദ്ദേഹം ഈ തൊട്ടിലേക്ക് വീഴുന്നതും പിന്നാലെ തന്നെ ചെങ്കൽച്ചൂളയിലെ ഫയർഫോഴ്സ് സംഘം എത്തിക്കൊണ്ട് ഏകദേശം 20 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തെ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് ഈ വീണയാൾ അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് സംശയിക്കുന്നത്. അങ്ങനെ നേരത്തെയും ഇവിടെ നിന്ന് ആളുകൾ ഈ തോട്ടിലേക്ക് വീഴുന്ന, കാരണം ഈ തോട്ടിന് ഈ കൈവരി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തോട്ടിലേക്ക് വീഴുന്നതൊക്കെയും ഒരു തുടർക്കഥയാവുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോഴും പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ രണ്ടുപേരുടെ ചേട്ടാ, ഇത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞത് മദ്യപിച്ചിട്ട് ഇവിടെ വന്നിരിക്കും. ഇപ്പം സന്ധ്യ നമ്മൾ 7 മണി വരെ ജോലി ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ പോകും. അതിന് ഇന്നലെ എന്നത് ഒരു വൈകുന്നേരം മഴ പെയ്ത സമയത്ത് ഒരാൾ അവിടെ ഇരുന്ന് മദ്യപിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ വീഴുന്നു. നമ്മൾ അതിനെ വിളിച്ച് എല്ലാ തൊഴിലാളികളൂടെ ചേർത്ത്, നമ്മൾ തൊഴിലാളികളെല്ലാം കൂടെ ചേർന്ന് നമ്മൾ അതിനെ കയറ്റി എടുത്ത് വിട്ടു. ഫയർഫോഴ്സിനെ വിളിച്ചായിരുന്നു. ഫയർഫോഴ്സിനെ വിളിച്ച സമയത്ത് സാറേ ഞങ്ങൾ ആ ആളിനെ കയറ്റി ആ സൈഡ് വഴി ആളെ കയറ്റി വിട്ടു. അതിനുശേഷം പിന്നെ നമ്മൾ ഇതില്ല. അപ്പോൾ ഇന്നും ഈ നമ്മളവിടെ ഇരുന്ന സമയത്ത് ഒരാൾ അവിടെ അപ്പുറത്താണ് വരുന്നത്. അത് മദ്യപിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് കാണുന്നത് ഇവിടെ വഴിപ്പോക്കാരാണ് വരുന്നത്. നമ്മൾ അവിടെ ഇരുന്നപ്പോഴും വിളിച്ചു പറഞ്ഞത് നമ്മളാണ് ഓടി വരുന്നത്. വേറെ ആരും ഇവിടെ വരില്ല. ഇന്നലെ സമയത്ത് വിളിച്ചു പറഞ്ഞപ്പോഴും നമ്മൾ തൊഴിലാളികളാണ് വന്നത്. തൊഴിലാളികളാണ് ആളിനെ പിടിച്ച് കയറ്റിയതും അതിനെ പറഞ്ഞയക്കുന്നത്. ഫയർഫോഴ്സ് എത്തി. ആൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഒരു 10-15 മിനിറ്റ് ആളെ കരയ്ക്ക് കയറ്റി. വീതിയില്ല എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പോലെ ഇപ്പം ചവറൊന്നും കിടപ്പിട്ടില്ല. അതേപോലെ വെള്ളം വലിയ ഫോഴ്സായിട്ടില്ല. മഴ പെയ്താൽ മാത്രമേ വെള്ളം നല്ലതായിട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ജോയ് മരിച്ചതിന് ശേഷം, ജോയ് മരിക്കും മുന്നേ ഇവിടെ മൊത്തം കമ്പി വേലി ഉണ്ടായിരുന്നു. സൈഡ് മൊത്തം കമ്പി വേലി ഉണ്ടായിരുന്നു. ജോയ് മരിച്ചതിന് ശേഷം പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കമ്പി വേലി മൊത്തം അറുത്ത് മാറ്റി വെച്ചിരുന്നു. അത് കരാറേറാൻ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്കറിയില്ല. പക്ഷേ അതിനുശേഷം ഏതാണ്ട് ജോയ് മരിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കമ്പി വേലി ഇല്ല. അത് ആരെങ്കിലും വന്ന് ഇരുന്നാൽ പോലെ തന്നെ നേരെ തോട്ടി വീഴുകയാണ്. ഒന്ന് മയങ്ങിപ്പോയാൽ പോലും തോട്ടി വീഴുകയാണ്. അതുപോലെ തൊട്ടടുത്ത് ബാർ ആയതുകൊണ്ട് മദ്യപിച്ചിട്ട് വന്ന് ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നമ്മൾ കാണത്തില്ല. ഇപ്പോൾ ഞങ്ങൾ രാവിലെ 7 മണിക്ക് ജോലിക്ക് വന്ന് തിരിച്ച് വൈകുന്നേരം 7 മണിക്ക് തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ ഇങ്ങോട്ട് മൊത്തം ഇരുട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വലിയ ആൾവാസം കുറവാണ്. ഇപ്പോൾ പകലായതുകൊണ്ട് കുറച്ചുകൂടി പകലായതുകൊണ്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഓടി വന്ന് കണ്ടു. നേരെ പോലീസിനെ വിളിച്ചു, ഫയർഫോഴ്സ് വന്ന് കരക്കയറ്റി. രാത്രിയാണെങ്കിൽ ആരും അറിയത്തില്ല. മഴയാണെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ. അതെ, കഴിഞ്ഞ ദിവസം ഇതുപോലെയായിരുന്നു. ഈ സമയത്തായിരുന്നു ഇതെല്ലാം സംഭവിച്ചു. നമ്മളെല്ലാവരും വന്ന് വേറൊരു ചേട്ടൻ വന്ന് വിളിച്ച് പറഞ്ഞു ഒരാൾ തോട്ടി വരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വന്ന് കയറ കൊണ്ടുവന്ന് എടുത്ത് കയറ്റി അതുവഴി നമ്മൾ ഇരിക്കുന്ന ഭാഗത്തൂടെ കയറ്റി വിട്ട് അവരെ പറഞ്ഞു വിട്ട്. അത് ഹിന്ദിക്കാരനായിരുന്നു. ആരാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് അറിയത്തില്ല. ഹിന്ദിക്കാരൻ പ്രായം ചെന്ന ആളാണ്. അതൊരു ചെറുപ്പക്കാരനായിരുന്നു മദ്യവെച്ച് വീഴുന്നത്. ഇതിപ്പോൾ വീഴുന്നത് നല്ല പ്രായം ചെന്ന ഒരാളാണ്. ഇവർ മദ്യവയ്ക്കുക, അവിടെ വന്നിരിക്കുക, അങ്ങ് വീഴുക. ഇത് അത്രയും സർക്കാരിനെയാണ് ഇവർ പറയുന്നത്. സുജയ, ഇതാണ് പ്രശ്നം. ഈ പറയുന്നത് പോലെ ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. തൊട്ടടുത്ത് ബാറാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി തിരിച്ചു വരുന്നവരൊക്കെ തന്നെയും ഒരു വന്ന് ഇവിടെയൊക്കെ ഇരിക്കുന്നൊരു സാഹചര്യമാണ്. നേരത്തെ ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇവിടെ ഈ കൈവരി ഉണ്ടായിരുന്നു, തൂണുകൾ ഉണ്ടായിരുന്നു. ഇവിടെ കാണാം നമുക്ക് ജോയ് മരിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള മാലിന്യം അതൊക്കെ നീക്കം ചെയ്യാനായി ഈ കൈവരിയൊക്കെ തന്നെയും മാറ്റിയിരുന്നു. അതിനുശേഷമാണ് ഈ തോട് മുഴുവനായും ക്ലീൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരുന്നത്. പക്ഷേ ആ തോട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കൈവരി സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി തീർച്ചയായും അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ സുനിഷ ചൂണ്ടിക്കാട്ടിയതുപോലെ വെയർഹൌസിന് സമീപമുള്ള ആ വഴിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ രാത്രിയിലൊക്കെയാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ രക്ഷിക്കാൻ ഇതുപോലെ പെട്ടെന്ന് കഴിയണമെന്നില്ല. എന്തായാലും ആ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് ഒരു സല്യൂട്ട് കൊടുക്കാം. അവർ വളരെ സാഹസികമായി നാട്ടുകാർ വിവരം അറിയിച്ചപ്പോൾ തന്നെ വന്ന് ആ വയോധികനെ രക്ഷിച്ചു. മദ്യലഹരിയിലായിരുന്നു, അങ്ങനെ വീണതാണ് എന്നതാണ് കരുതുന്നത്.